ഹലോ. ഹലോ. ഉം. ഞാൻ ഉറങ്ങിപ്പോയടാ. എന്താ ഇത്ര പെട്ടെന്ന് ഇന്ന് ഉറങ്ങിപ്പോയെ? ഇന്ന് രാവിലെ എണീച്ച്. രാവിലെ പണിയുണ്ട് കുറച്ച്. അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ആ, നീ ഇങ്ങോട്ട് വിളിച്ച കേട്ടില്ലേ? ആ കട്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ നോക്കി ആരാ. ലേറ്റ് അല്ലല്ലോ നീ വിളിച്ചേക്കാം. ഉം, നീ ഫുഡെല്ലാം കഴിച്ചോ? ഞാൻ കഴിച്ചിട്ട് കിടന്നേ. ആ, നീ അവനെ വിളിച്ചിട്ടാ എന്നെ വിളിച്ചേ? അല്ല അല്ല, ഞാൻ രാത്രി വിളിക്കും. നല്ല രാത്രി. നാളെ രാത്രിയാ? നല്ല രാത്രി ആവുമ്പോ വിളിക്കുള്ളൂ. എന്തിനാ അത്ര രാത്രിയാക്കുന്നേ? അവനെന്തല്ലോ പണിയും കാര്യമല്ലോ. ആ, ഞാനെല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോ ലേറ്റ് ആവും. അപ്പൊ അതുവരെ നീ ഉറക്കൊഴിഞ്ഞേക്കണ്ടേ? ഇല്ല ഇല്ല, ഏട്ടനിപ്പോ വിളിച്ചിട്ട് വെക്കുമല്ലോ. അപ്പൊ കുറച്ച് ടൈം അതുവരെ റീലായിട്ട് കാണും. ഉം. എന്നിട്ട് ഇന്നലെ വിളിച്ചിട്ട് എന്ത് ഇന്നലെ പറഞ്ഞു? വിളിച്ചിന്. എന്ത് പറഞ്ഞു? ഇന്നലെ വിളിച്ചിട്ട് ആദ്യം നോർമൽ കോളാ വിളിച്ചത്. മുക്കി മുക്കി പറയണ്ട, എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് പറ. അങ്ങനെയല്ല. ഇപ്പൊ ആദ്യം നോർമൽ കോൾ വിളിച്ച് കുറെ നേരം സംസാരിച്ച് ഉം. രാത്രി അങ്ങ് വരട്ടെ എന്ന് ചോദിച്ചു. അയ്യോ, ആ പരിപാടിക്ക് നിൽക്കല്ലേ. ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയുണ്ട് പറഞ്ഞു. ആ. പിന്നെ അങ്ങനെ പിന്നെ ഇങ്ങോട്ടേക്ക് പുള്ളിക്കാരൻ വരുമോന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക്, എപ്പോഴും ഞാൻ അങ്ങോട്ടേക്കാ ചോദിക്കല്. ഉം. ഉം. ഇങ്ങോട്ടേക്ക് ചോദിച്ച് പേയ്മെന്റ് വരുമോന്ന് ഇല്ലാണ്ട? ചോദിച്ചു. 5-ാം തീയതി. അല്ല, പേയ്മെന്റ് ഉണ്ടോ അതിനെന്നാലോ? അല്ല, ഇല്ലില്ല, അവനായിട്ട് വിളിച്ചോണ്ട് ചോദിച്ചതാ. ഒന്നുമില്ല. അപ്പൊ ലക്കല്ലേ. ഇപ്പൊ കുറച്ചുകൂടി ഒരു ക്ലോസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പേയ്മെന്റ് രീതിയിലല്ല ഉം. സംസാരിച്ചത്. ഉം. ഒരു നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. ഫ്രണ്ട്ഷിപ്പാണോ കപ്പിൾസ് ആയിട്ട്? അങ്ങനെയൊന്നുമല്ല, ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് സംസാരിച്ചത്. കുറേ നീ സംസാരിച്ച്. തെളിച്ചറിയടി. അല്ല, അതെ, കുറേ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ച്, എന്തെല്ലാം ഇഷ്ടം എന്ന് ചോദിച്ച്. ഉം. ഫുഡിന്റെ എല്ലാം കാര്യത്തില്, പിന്നെ അങ്ങനെയുള്ള ചോദിച്ചു. എവിടെയെല്ലാം പോകാൻ ഇഷ്ടം എന്ന് ചോദിച്ച്. ഉം. ഏത് ഡ്രസ്സ് ഇടാനായിട്ട് ഇഷ്ടം എന്ന് ചോദിച്ച്. ഉം. അങ്ങനെയെല്ലാം ഫസ്റ്റ് ടൈമാ ഇങ്ങനെ സംസാരിക്കുന്നത്. ഉം. പിന്നെ അന്ന് വരട്ടെ എന്ന് ചോദിച്ചാൽ അപ്പൊ വേണ്ട പറഞ്ഞു. പിന്നെ 5-ാം തീയതി ഇങ്ങോട്ട് വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഇങ്ങോട്ടേക്ക് ചോദിക്കലേന്ന്. ഉം. അപ്പൊ പറഞ്ഞ് എന്തോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി, ഇഷ്ടമുള്ള പോലെ ഉം. കാണണം തോന്നി പെട്ടെന്ന്. ഉം. ഉം. പിന്നെ തീർന്നു. പിന്നെ പറഞ്ഞ് ഇന്റെ ഓനെങ്ങനെയാന്ന് നമ്മളായിട്ടുള്ള ഇത് ഉം. എന്തെങ്കിലും ഉണ്ടോ, എന്നെ വിളിക്കുന്നതിനെല്ലാം എന്തെങ്കിലും പറയാറുണ്ടോ എന്നെല്ലാം ചോദിച്ചു. ഉം. ഞാൻ പറയില്ല, അതൊന്നും കുഴപ്പമില്ല, ഏട്ടൻ വിളിച്ചു പറഞ്ഞു. ഉം. അതൊന്നും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു. ഉം. അപ്പൊ അവൻ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങ് വരുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതിന് നിൽക്കണ്ട. ഞാൻ പറഞ്ഞു ഞാൻ അതിന് മാത്രമല്ലേ കുഴപ്പം. സമ്മതിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു അവരെല്ലാം വേണ്ട പറഞ്ഞു. അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോ പറഞ്ഞ് ഓരോന്ന് ചോദിച്ച്. അവനെ ഡി എന്നാ വിളിക്കല്? ആ, ആദ്യമൊന്നും അങ്ങനെയല്ലേനു. പിന്നെ പിന്നെ ഉം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു, ഞാൻ ചേച്ചിന്നല്ലേ? പറഞ്ഞില്ലേ, ഒരു അങ്ങനെ ഒരു രീതിയിലായിപ്പോയി. ചേച്ചിന്നാ നല്ലത്. വിളിക്കല്? ആന്റിന്നാ വിളിക്കല്? ആദ്യം ആദ്യം ചേച്ചിന്നാ വിളിക്കല്. പിന്നെ പിന്നെ അടി കൂടി ഉം. ആ ഒരു ബന്ധമായി. പിന്നെ ഉം. പിന്നെ എന്നോട് ചോദിച്ചു ഷോപ്പിങ്ങിനെല്ലാം പോകുന്നുണ്ട് വരുമോന്ന് ചോദിച്ചു വിളിച്ചാൽ. ഉം. ഞാൻ ആന്ന് പറഞ്ഞു. ഷോപ്പിങ്ങിന് പോക്കോ, ഷോപ്പിങ്ങിന് നല്ലതല്ലേ. പിന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാന്ന് ചോദിച്ചു. ഉം. പിന്നെ നീ ഏത് പുള്ളിക്കാരന് കളറ് ഏറ്റവും പറഞ്ഞേ? ഇഷ്ടം ഞാൻ ബ്ലാക്ക് കളർ. ഉം. പിന്നെ പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഇട്ടിട്ട് കാണേ ഏറ്റവും ഇഷ്ടം റെഡാന്ന് പറഞ്ഞു. ഉം. പിന്നെ അവനോട് പറഞ്ഞ് കഴിഞ്ഞതിന് പറയണമെന്ന് വിചാരിച്ചു നീ ഉം. റെഡ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇനി വരുമ്പോ ഇടാൻ വേണ്ടിയിട്ട്. ഉം. അപ്പൊ അതിന് നേരിട്ട് എൻ്റെ കൂടെ ചെല്ലാൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഉം. വാങ്ങി തരുമെന്ന് പറഞ്ഞ് അത് ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞ്.
ഉം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാ പറഞ്ഞു. ഓ അത്രക്കില്ലായി. ആ നമുക്കോ ഇതിനൊന്നും ഒരു യോഗമില്ല. അവനേലും നോക്കട്ടെ. എത്ര ഇരുന്ന് അങ്ങനെ യോഗം ഉണ്ടാവാനാ? അവന് ഞാൻ കടം കൊടുത്തതാട്ടാ. അവനോട് കടം പറഞ്ഞ. കൊടുത്തത് നല്ല വൃത്തിക്ക് നോക്കി പോകുന്നുണ്ട്. ഉം. ഉം. നല്ല നല്ല രീതിയിൽ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ. കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. നീ അവൻ വിളിക്കുമ്പോ കോളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുമോ? നിങ്ങളെ അയച്ചുതരാം. കോളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട്. അയച്ചുതരാം. അവനോട് പറയണ്ട. ഉം. ആ, ഉം. ആവശ്യമുണ്ട് എനിക്ക്. പിന്നെ എന്തേ? അല്ല ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് കേൾക്കാൻ ആവശ്യമുണ്ട്. ഉം. പിന്നെ കൊറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോ ആ, എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചൊരു ഇതാക്കി. ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് റൊമാൻസ് ഇങ്ങനെ ആക്കിയ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് വീഡിയോ കോൾ ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം വിട്ടുകൊടുത്തില്ല. ഞാൻ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ പുള്ളിക്കാരൻ കൊണ്ട് അവരൊന്ന് പറയിപ്പിച്ചു. അപ്പൊ അവരടുത്ത് പറഞ്ഞ് കാണാൻ കൊതിയായിട്ടാ വീഡിയോ കോൾ ചെയ്യോ? വീഡിയോ കോൾ അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞു ലാസ്റ്റ്. അപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോ അതില് എന്റെ ഓൻ ഉണ്ടാവോന്ന് ചോദിച്ചു. കോൺഫിഡൻസ് ആണോ? ഞാൻ പറഞ്ഞ അല്ല, എന്നിട്ട് ഇന്നുണ്ടാവൂല. അപ്പൊ പറഞ്ഞ ഇപ്പൊ തന്നെ ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പൊ ചെയ്ത്. പിന്നെ കുറെ നേരം കണ്ടിട്ട് സംസാരിച്ച്. കാട്ടിക്കൊടുത്തു അവന്. കുറച്ച് കഴിഞ്ഞപ്പോ കാട്ടി കൊടുത്ത്. അവന് കാട്ടി തന്നു. ഉം. ഇഷ്ടായ അങ്ങനെ ചെയ്ത്. എന്നിട്ട് പുഴ അങ്ങനെ പുഴയൊഴുകിയ. നല്ലോണം വെള്ളച്ചാട്ടെല്ലാം മതി. അങ്ങനെയെല്ലാം ഉണ്ടായി. അപ്പനടുത്ത് ഇങ്ങനെ കുറെ പറഞ്ഞെന്തോ അവനെന്തോ കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇഷ്ടം. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് അത്രക്ക് ഏജ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അല്ല, ഇങ്ങനെ കുറച്ചൊരു എന്തൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇത്രക്ക് ഇപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്. ഇപ്പൊ എന്നോട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ തോന്നുന്നുണ്ടോലു. പിന്നെ അങ്ങനെ കുറച്ചൊരു ഏജ് ഉണ്ടെങ്കിലും ഭയങ്കര കമ്പനി ആയിട്ട് എൻ്റെ അടുത്ത് വർത്താനം പറയുന്നു. സെയിം ഏജുള്ള ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാ ഷോപ്പിങ്ങിനെല്ലാം പോകുമ്പോ വിളിക്കുന്നത്. അങ്ങനെയെല്ലാം പറഞ്ഞു. അല്ല അവര് നിന്നെ നോർമൽ ആയിട്ട് എങ്ങനെ പോലും എങ്ങനെ കാണാൻ ഒരു ഇഷ്ടം? ചുരിദാറാണോ സാരിയാണോ? എന്നോട് ചേച്ചിക്ക് ജീൻസ് എല്ലാം ഇട്ടുകൂടി? പറഞ്ഞു ജീൻസ് അങ്ങനെ ഇടാറില്ലാന്ന് പറഞ്ഞു. അവന് ചുരിദാർ ഇട്ടിട്ട് ഇനി ഇഷ്ടമായിട്ടില്ല. ഇഷ്ടായി. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇടാറില്ലേന്ന് ചോദിച്ചു. ആ ഒരു വേഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ എനിക്കെന്തോ ഞാൻ നീ പറഞ്ഞു പുറത്തെല്ലാം പോകുമ്പോ ഇടലുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നിന്നാണ് കുറച്ച് ചുരിദാർ ഇടുന്നത്. ടൈറ്റ് ചുരിദാറും ലെഗിൻസും ഒരു ഹീലുള്ള ഒരു ചെരുപ്പെല്ലാം ഇട്ടിട്ട് സെറ്റ്. എന്നിങ്ങനെ ഓരോ നീച്ച് ചേച്ചി എന്തെങ്കിലും സിന്ദൂരം വെക്കലുണ്ടോ? ചെയ്യലുണ്ടോ? വെക്കലുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് നെയില് എന്തെങ്കിലും ചെയ്യാറുണ്ടോ, നെയില പാർലറിൽ പോവാനുണ്ടോ? അങ്ങനെ നീ ഭയങ്കര രണ്ട് നെയിൽ ഭയങ്കര ഇഷ്ടാവൂലു. രണ്ടും നെയിലിട്. നെയിൽ വളർത്തും. പൊളിയാവും. ഇങ്ങനെ